ഞാനിതിന് മുമ്പും 1, 2 പ്രാവശ്യം നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. ഈ ഗ്ലാസ് ഞാൻ വെക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം 2 വർഷത്തോളം ആയിട്ടുള്ളൂ. സോ എൻ്റെ ട്രേഡിങ്ങിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ആയിരുന്നു ഈ ഒരു ഗ്ലാസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ എനിക്കുണ്ടായിട്ടുള്ള പല ഹെൽത്ത് ഇഷ്യൂസും. നിങ്ങളിൽ പല ആളുകൾക്കും ഈ പറഞ്ഞ ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ടാവും. ആൻഡ് അതല്ലാതെ ക്യാപിറ്റൽ അതായത് ഫിനാൻഷ്യലി ഭയങ്കരമായിട്ടുള്ള സ്ട്രഗിൾ ചെയ്യുന്ന ആളുകളുണ്ടാവും. എന്തുകൊണ്ടാണ്? ഈ ഒരു ട്രേഡിങ്ങിലേക്ക് നമ്മൾ വന്നതുകൊണ്ട്. ട്രേഡിംഗ് നമുക്ക് എപ്പോഴും അറിയാവുന്ന ഒരു കാര്യമാണ്. പെട്ടെന്ന് ഒരു ദിവസം നമുക്ക് വിജയിച്ച് കയറി വരാൻ പറ്റുന്ന ഒരു കാര്യമല്ല. നമ്മൾ നമ്മുടെ മിസ്റ്റേക്കുകൾ പഠിക്കുന്ന ആ ഒരു സമയത്ത് തന്നെ നമുക്ക് എന്താവുന്നുണ്ട്, ഒരുപാട് കാശ് നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. സോ ഇത്രയും കാശ് നമ്മൾ നഷ്ടപ്പെടുത്തിയിട്ട് നമ്മൾ എന്താ പറയുക, ഇപ്പോൾ എൻ്റെ കേസിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ രാത്രി ഞാൻ ആ ഒരു സമയത്ത് ഷോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ പ്രീവിയസ്ലി പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അത് കഴിഞ്ഞിട്ടുള്ള സമയത്ത് പോയിട്ട് 10 മണി മുതലൊക്കെ സിസ്റ്റത്തിൻ്റെ മുമ്പിലിരുന്ന് രാത്രി അത്രയും എഫേർട്ട് എടുത്തിട്ട് ഹാർഡ് വർക്ക് ചെയ്തിട്ട് മാർക്കറ്റിനെ ഡീകോഡ് ചെയ്യാൻ പഠിച്ചിട്ട് ഇങ്ങനെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി നമ്മളൊരു സ്റ്റേജിലേക്ക് എത്തുന്നു എന്നുള്ള ഒരു പോയിന്റിൽ വെച്ചിട്ട് നമ്മളോട് ഗവൺമെന്റ് പറയാണ്, നിങ്ങൾ ചെയ്യുന്നത് ഗാംബ്ലിംഗ് ആണ്, നിങ്ങൾ ലോട്ടറി കച്ചവടമാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നിങ്ങളും നമ്മുടെ ടി വിയിലൊക്കെ കണ്ടിട്ടില്ലേ, ആഡ് കണ്ടിട്ടില്ലേ, ജംഗിളി റമ്മി കളിക്കൂ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ടീമുകളൊക്കെ ഉണ്ടല്ലോ. ആ പറയുന്ന ജംഗ്ലി റമ്മി കളിക്കുന്നവരും അല്ലെങ്കിൽ ഡ്രീം ഇലവൻ കളിക്കുന്നവരും ഇവരൊക്കെ ചെയ്യുന്നത് ഒരേ പരിപാടിയാണ്. അല്ലെങ്കിൽ ഗോവയിൽ പോയിട്ട് കസീനോയിൽ പോയിട്ട് ചൂതാടുന്നതും നിങ്ങൾ ചെയ്യുന്നതും ഒരേ പരിപാടിയാണ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവുന്ന വികാരം? സിമ്പിളായിട്ട് പറഞ്ഞാൽ ദേഷ്യം മാത്രമേ ഉണ്ടാവുള്ളൂ അല്ലേ? അല്ലെങ്കിൽ എന്താ പറയുക, ഒരു നിർവികാരത മാത്രമേ ഉണ്ടാവുള്ളൂ അല്ലേ? അതാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. 30% ടാക്സേഷൻ എന്നുള്ള കേസിനെ കുറിച്ച്. സോ ആദ്യമേ തന്നെ പറയട്ടെ, എൻ്റെ അല്ലെങ്കിൽ നമ്മൾ ഒരു ട്രേഡറുടെ പേഴ്സ്പെക്റ്റീവിൽ നിന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരു ട്രേഡർ ആണെന്നുണ്ടെങ്കിൽ നമ്മളെ സംബന്ധിച്ച് ഭയങ്കര ഫ്രസ്ട്രേറ്റിംഗ് ആയിട്ടുള്ള ഒരു ന്യൂസ് തന്നെയാണ്, അല്ലെങ്കിൽ റൂമർ തന്നെയാണ്. റൂമർ എന്ന് ഞാൻ പറയാനായിട്ടുള്ള കാരണം, ഇതുവരെ ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് ഒരു ക്ലാരിറ്റി വന്നിട്ടില്ല. അടുത്ത ജൂലൈയിൽ വരാൻ പോകുന്ന ബജറ്റിൽ ഈ ഒരു സംഗതി ഉണ്ടാവും എന്നാണ് പറയുന്നത്. ആൻഡ് ഇത്രയും മാധ്യമങ്ങളെല്ലാം തന്നെ ഇതിനെ റിപ്പോർട്ട് ചെയ്തിട്ട് പോലും ഒരിക്കൽ പോലും ഇങ്ങനെയല്ല ചെയ്യാൻ പോകുന്നത് എന്നുള്ള ഒരു ക്ലാരിറ്റി പോലും ഗവൺമെന്റിന്റെ ഭാഗത്ത് വന്നിട്ടില്ല. ആൻഡ് നിയമമാവാത്തത് കൊണ്ട് മാത്രമാണ് ഞാൻ ഒരു റൂമർ എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുള്ളത്. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ് 30% ടാക്സേഷൻ്റെ പുതിയ റൂള് വന്നിട്ടുള്ളത്, എങ്ങനെയാണ് നമ്മളെ എഫക്റ്റ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതൊക്കെയാണ്. എനിക്കറിയാം നിങ്ങൾ ഒരുപാട് വീഡിയോസ് കണ്ടിട്ടുണ്ടാവും, ബട്ട് ഈ ഒരു വീഡിയോയിൽ ടാക്സേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഫുള്ള് കംപ്ലീറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, മുൻപ് എങ്ങനെയായിരുന്നു അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന 3 സ്റ്റെപ്പ് ഓഫ് ടാക്സുകൾ എങ്ങനെയൊക്കെയാണ്, ഇതെങ്ങനെയാണ് നമ്മളെ എഫക്റ്റ് ചെയ്യാൻ പോകുന്നത് ആസ് എ ട്രേഡർ അല്ലെങ്കിൽ ആസ് എ ഹ്യൂമൻ ബീയിങ് അല്ലെങ്കിൽ ആസ് എ സിറ്റിസൺ, എങ്ങനെയാണ് എന്നെ ഇത് എഫക്റ്റ് ചെയ്യാൻ പോകുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയാൻ പോകുന്നത്. ആൻഡ് ആർക്കെങ്കിലും എന്താ പറയുക, ഭയങ്കര ഹാർഡ് കോർ ഡിവോട്ടി ആയിട്ടുള്ള ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്ത് പോകാവുന്നതാണ്. കാരണം ഓരോരോ കാര്യങ്ങൾ ചെയ്തു വെക്കുമ്പം തോന്നാത്ത ഒരു കുറ്റബോധമൊന്നും അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് തോന്നാത്തൊരു കുറ്റബോധമൊന്നും ആസ് എ പേഴ്സൺ ഞാൻ എൻ്റെ അഭിപ്രായം പറയുമ്പോൾ നിങ്ങൾക്ക് ആർക്കും തോന്നേണ്ടതില്ല. സോ അങ്ങനെ ഹാർഡ് കോർ ഡിവോട്ടി ആയിട്ടുള്ള ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഇപ്പം തന്നെ ഒന്ന് സ്കിപ്പ് ചെയ്ത് പോകാവുന്നതാണ്. സോ നമ്മൾ ഡിസ്കഷനിലേക്ക് കിടക്കാം. ഇപ്പോൾ ഉള്ള ടാക്സ് എങ്ങനെയാണ്, അതുവരെ ഇതുവരെ ഉണ്ടായിരുന്ന ടാക്സ് എങ്ങനെയാണ്, ആൻഡ് ഇനി എന്തൊക്കെയാണ് ടാക്സുകൾ പറഞ്ഞു കേൾക്കുന്നത്, എങ്ങനെയൊക്കെയാണ് അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഒക്കെ നമുക്ക് നോക്കാം. വീഡിയോയിലേക്ക് പോകാം നമുക്ക്. സോ ആദ്യം തന്നെ നമുക്ക് ഇതുവരെ ഉണ്ടായിരുന്ന ടാക്സേഷൻ എങ്ങനെയായിരുന്നു എന്ന് പറഞ്ഞിട്ട് തന്നെ തുടങ്ങാം. നിങ്ങൾ ഒരുപാട് ആളുകൾ ഈ ഒരു സെഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള വീഡിയോസ് ഒരുപാട് കണ്ടിട്ടുണ്ടാവും. ആൻഡ് നിങ്ങൾക്ക് ഒരുപാട് ആളുകൾക്ക് അറിയുന്ന കാര്യം തന്നെയാവും, എന്തായാലും അറിയാത്തവർ ഒരുപാടുണ്ടാവും. ക്വിക്കായിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്കൊന്ന് പറഞ്ഞിട്ട് പോകാം. ഒരുപാട് ഡീപ്പായിട്ടുള്ള കോറിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല, നമുക്ക് പെട്ടെന്ന് ഒന്ന് പറഞ്ഞിട്ട് പോകാം. അതിനുശേഷം നമ്മളുടെ പുതിയ റൂളിനെ കുറിച്ചും അതിന് വന്നു കഴിഞ്ഞാൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങളെ കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ ഇതുവരെ ഉണ്ടായിരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പോൾ ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ ടാക്സ്, ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് എന്ന് പറഞ്ഞിട്ട് 2 സെക്ഷനാണ് ഉണ്ടായിരുന്നത്. ട്രേഡിങ്ങിന്റെ മാത്രം കാര്യമാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ലെറ്റ്സ് അസ്യൂം ഞാനൊരു ലോങ് ടൈം ഇൻവെസ്റ്റർ ആണ്. ഒരു വർഷത്തിന്റെ മുകളിലൊക്കെ ആയിട്ട് ഞാൻ ഇൻവെസ്റ്റ് ചെയ്തിട്ട് പ്രോഫിറ്റ് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ 10% ആണ്, പ്രോഫിറ്റിന്റെ 10% ആണ് ഞാൻ ടാക്സ് ആയിട്ട് കൊടുക്കേണ്ടിയിരുന്നത്. അതായത് നിങ്ങൾ ടാക്സ് സ്ലാബിന്റെ മുകളിൽ വരുന്ന ഒരാളാണ് എന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ആനുവൽ ഇൻകം ടാക്സ് സ്ലാബിന്റെ മുകളിലാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ കൊടുക്കേണ്ടിയിരുന്നത് നിങ്ങൾ ഉണ്ടാക്കുന്ന ക്യാപിറ്റലിന്റെ ഗെയിനിന്റെ 10% ആയിരുന്നു. ലെറ്റ്സ് അസ്യൂം നിങ്ങൾ 1 lakh rupees പ്രോഫിറ്റ് ഉണ്ടായി കഴിഞ്ഞാൽ 10,000 rupees നിങ്ങൾ ടാക്സ് ആയിട്ട് കാണിക്കേണ്ടതുണ്ടായിരുന്നു. അങ്ങനെ അത് തന്നെ നിങ്ങൾ ചെയ്യുന്നത് ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ ആണെന്നുണ്ടെങ്കിൽ, അതായത് ഇൻട്രാഡേ ആണെന്നുണ്ടെങ്കിൽ, ചെറിയ 1-2 ദിവസം വെച്ചിട്ട് ട്രേഡ് ചെയ്യുന്ന ട്രേഡുകളാണെന്നുണ്ടെങ്കിൽ
അവിടെ നിങ്ങൾ പേ ചെയ്തുകൊണ്ടിരിക്കേണ്ടത് 15% ആയിരുന്നു, 15% ടാക്സ് ആയിരുന്നു ഇതുവരെ നിങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കേണ്ടത്. ആൻഡ് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ എന്തൊക്കെ വരുന്നുണ്ടെന്ന് അറിയോ? നമ്മുടെ സെക്യൂരിറ്റി ട്രാൻസാക്ഷൻ ചാർജസ് നിങ്ങളെ കോൺട്രാക്ട് കൊടുത്തത് നിങ്ങൾക്ക് കാണാൻ പറ്റും, സ്റ്റേറ്റ് GST, സെൻട്രൽ GST, ഈ കണ്ട കാര്യങ്ങളെല്ലാം തന്നെ ഇതിനകത്ത് വരുന്നുണ്ട്. ബ്രോക്കറുടെ കാശ് ഇതൊക്കെ വരുന്നുണ്ട്. ഇതൊന്നും ഞാനൊരു ടാക്സിൻ്റെ കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ കേട്ടോ, നമ്മുടെ ക്യാപിറ്റൽ ഗെയിൻ ടാക്സിൻ്റെ കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ. സോ ഇതുവരെ ഇങ്ങനെയായിരുന്നു ഈ ഒരു സ്ലാബ് ഉണ്ടായിരുന്നത്. അങ്ങനെ അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് വേറെ ഒരു ആനുകൂല്യം കൂടി ഉണ്ടായിരുന്നു. എന്ത് തന്നെ ആയാലും പ്രീവിയസ്ലിയും ഇതൊരു സ്പെക്യുലേറ്റീവ് ഇൻകം എന്നുള്ള സ്ലാബിൽ തന്നെ ആയിരുന്നുവെങ്കിലും നമുക്ക് അവിടെ ഒരു ആനുകൂല്യം കൂടി ഉണ്ടായിരുന്നു. അതായത് ഇഫ് എനിക്ക് വേറെ ഒരു അതർ സോഴ്സ് ഓഫ് ഇൻകം ഉണ്ട് എന്ന് വെക്കുക, ലെറ്റ്സ് അസ്യൂം അത് ഇതല്ല ഒരിക്കലും നമ്മുടെ സാലറി ഇൻകം അല്ല, സാലറി ഇൻകം ആണെന്നുണ്ടെങ്കിൽ ഇതിൽ സെപ്പറേറ്റ് തന്നെ കാണിക്കണം. വേറെ എനിക്കൊരു ബിസിനസ് ഇൻകം ഉണ്ടെന്ന് വെക്കുക, ലെറ്റ്സ് അസ്യൂം എനിക്ക് എന്തെങ്കിലും റെന്റ് കിട്ടാറുണ്ട്, അല്ലെങ്കിൽ എനിക്കൊരു ഷോപ്പ് ഉണ്ട്, അതിനകത്തുള്ള ഇൻകം ഉണ്ട്, അങ്ങനെ ഒരു ഇൻകം ഉണ്ട്, പ്ലസ് അതിൻ്റെ കൂട്ടത്തിൽ ട്രേഡിംഗ് ഇൻകവും ഉണ്ട് എന്നുണ്ടെങ്കിൽ എനിക്ക് ട്രേഡിങ്ങിൽ ഉണ്ടാവുന്ന ലോസുകൾ എനിക്ക് എന്ത് ചെയ്യാമായിരുന്നു? ഈ ഒരു പ്രീവിയസ്ലി ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള പ്രോഫിറ്റ് ഉണ്ടല്ലോ, അതായത് ഞാൻ എൻ്റെ ബിസിനസ്സിൽ ഉണ്ടാകുന്ന പ്രോഫിറ്റ് ഉണ്ടല്ലോ, ആ ഒരു ഇൻകത്തിൽ കൊടുക്കുന്ന ടാക്സിൽ നിന്ന് ഇത് കുറക്കാമായിരുന്നു. കുറക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ ഫയൽ ചെയ്യേണ്ടതുണ്ട്, ടാക്സ് ഞാൻ ഫയൽ ചെയ്യണം. ലെറ്റ്സ് അസ്യൂം എനിക്ക് എൻ്റെ ബിസിനസ് ഇൻകത്തിൽ ഈ ഒരു വർഷം 2 ലക്ഷം രൂപയുടെ പ്രോഫിറ്റ് ഉണ്ടായിട്ടുണ്ട്. അറ്റ് ദ സെയിം ടൈം ഈ ഒരു വർഷം എനിക്ക് F&O ട്രേഡിങ്ങിൽ അല്ലെങ്കിൽ ട്രേഡിങ് വഴി എനിക്ക് ഒരു ലോസും ഉണ്ടായിട്ടുണ്ടെന്ന് വെക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഈ ലോസിനെ ഈ ഒരു ലോസ് കഴിഞ്ഞിട്ടുള്ള എമൗണ്ടിന് മാത്രം എനിക്ക് എന്ത് ചെയ്താൽ മതിയായിരുന്നു? എനിക്ക് എൻ്റെ ടാക്സ് പേ ചെയ്താൽ മതിയായിരുന്നു. സോ ഞാൻ എന്താ ചെയ്യുന്നുള്ളൂ? ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള ലോസിന് ഞാൻ ടാക്സ് കൊടുക്കുന്നില്ല. ആൻഡ് വാട്ട് ഇഫ് എനിക്ക് വേറെ ഇൻകം ഒന്നുമില്ല, എനിക്ക് ഈ ഒരു പരിപാടി മാത്രമേ ഉള്ളൂ, ഇവിടെ എനിക്ക് ലോസ് ആണ് ഉണ്ടായിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുമായിരുന്നു? എനിക്ക് ഈ ഒരു ടാക്സിനെ 6-7 വർഷത്തേക്ക് അങ്ങനെ കൊണ്ടുപോകാൻ പറ്റുമായിരുന്നു. അതായത് ഈ ഒരു വർഷം ഞാൻ ലോസ് ഉണ്ടാക്കി, അത് ഞാൻ ഫയൽ ചെയ്തു. ITR ഞാൻ എന്തായാലും നിർബന്ധമായിട്ട് ലോസ് ഉണ്ടാക്കുന്ന ട്രേഡേഴ്സ് ആണെന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് അതിനെ ഫയൽ ചെയ്യാം. അതിന് ഞാൻ ഫയൽ ചെയ്തു. എഗെയിൻ അടുത്ത വർഷം ഞാൻ ലോസ് ഉണ്ടാക്കി, അതിനെയും ഞാൻ ഫയൽ ചെയ്തു. എഗെയിൻ അടുത്ത വർഷം ഞാൻ ലോസ് ഉണ്ടാക്കി, അതിനെയും ഞാൻ ഫയൽ ചെയ്തു. സോ ഇങ്ങനെ ഫയൽ ചെയ്തിട്ട് എപ്പോഴാണോ നമ്മളൊരു പ്രോഫിറ്റിലേക്ക് എത്തുന്നത്, ആ ഒരു പ്രോഫിറ്റിൽ എത്തുന്ന സമയത്ത് എനിക്ക് ഈ ഒരു ലോസിൽ ഉണ്ടാക്കിയിട്ടുള്ള ടാക്സിനെയൊക്കെ എനിക്ക് സേവ് ചെയ്യാൻ പറ്റുമായിരുന്നു. ബിസിനസ് ഇൻകം എന്നുള്ള ലെവലിൽ ട്രീറ്റ് ചെയ്യാൻ പറ്റുമായിരുന്നു. ഇൻഫാക്ട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ ആക്ച്വൽ കോറിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കൊടുത്തിട്ടുള്ള GST ടാക്സുകൾ, അതായത് നമ്മൾ ഓഫീസ് സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്, ലാപ്ടോപ്പ് എടുത്തിട്ടുണ്ട്, ട്രേഡിങ്ങിന് വേണ്ടി, അല്ലെങ്കിൽ എൻ്റെ കൂടെ സ്റ്റാഫ് ഉണ്ട്, അല്ലെങ്കിൽ ഞാനൊരു ഫോൺ വാങ്ങിച്ചിട്ട്, ഇതിൻ്റെ ഒക്കെ GST ബില്ലുകൾ നമ്മൾ കളക്ട് ചെയ്തിട്ട് നമുക്കത് ഡിഡക്റ്റ് ചെയ്യാൻ പറ്റുമായിരുന്നു മുമ്പ്. സോ ഇപ്പോൾ പറഞ്ഞു വരുന്നത്, അതായത് ഇപ്പം നമ്മൾ ഇതുവരെ ഉണ്ടായിരുന്ന ടാക്സേഷൻ എന്താണ് എന്നുള്ളതിൻ്റെ ക്ലിയർ ആയിട്ടുള്ളൊരു പിക്ചർ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെന്ന് വെക്കുകയാണെങ്കിൽ അത് നിങ്ങൾ ടാക്സ് സ്ലാബിൻ്റെ ഉള്ളിൽ വരുന്ന ഒരാളാണ് എന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ സ്ലാബ് ഏതാണോ അതിൻ്റെ ഉള്ളിൽ വരുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് നിങ്ങൾ ടാക്സ് ഒന്നും കൊടുക്കേണ്ടതില്ല. അതിൻ്റെ മുകളിലേക്ക് നിങ്ങൾ പോവുകയാണെന്നുണ്ടെങ്കിൽ ആ ടാക്സ് സ്ലാബിൽ എന്താണോ വരുന്നത് അതിന് ഈ ഒരു രീതിയിൽ 10%, 15% എന്നുള്ള രീതിയിലാണ് നിങ്ങൾ ഇൻകം കൊടുക്കേണ്ടത്. ഇങ്ങനെയാണ് സിമ്പിളായിട്ട് എൻ്റെ പരിപാടി വരുന്നത്. ആൻഡ് ഞാൻ ഒരുപാട് ഡീപ്പായിട്ടുള്ള കൺസെപ്റ്റിലേക്കൊന്നും പോകുന്നില്ല. സോ കാര്യം നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ട് ഞാൻ വിശ്വസിക്കുകയാണ്. ആൻഡ് ഇനി ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്ന കാര്യം, F&O ട്രേഡിങ്ങിൽ 90% ആളുകളും ലോസ് ഉണ്ടാക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ടാക്സിനെ കൊണ്ടുവന്നിട്ട് ഈ F&O ട്രേഡിങ്ങിനെ അല്ലെങ്കിൽ ആളുകളുടെ നഷ്ടത്തിനെ കുറക്കാനായിട്ട് ശ്രമിക്കുകയാണെന്നാണ് ഗവൺമെൻറ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്ത് വിവരക്കേടാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഇപ്പം സെബിയുടെ തന്നെ റൂൾ അനുസരിച്ച്, അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ബ്രോക്കിംഗ് ആപ്പ് നമ്മൾ ഈച്ച് ആൻഡ് എവറി ഡേ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്. 90% ട്രേഡേഴ്സ് അല്ലെങ്കിൽ 89% ട്രേഡേഴ്സ് ലോസ് ഉണ്ടാക്കുകയാണെന്നുള്ളത്. ഈ 89% അല്ലെങ്കിൽ ഈ 100% കണക്ക് ഞാൻ നമുക്കൊന്ന് പറഞ്ഞുതരാം. 50 ലക്ഷം പേരിൽ നിന്നെടുത്ത ഒരു സാമ്പിൾ വെച്ചിട്ടാണ് എന്തുണ്ടാക്കിയിട്ടുള്ളത്? ഈ ഒരു ഡാറ്റാബേസ് ഉള്ളത് 50 ലക്ഷം പേരുടെ സാമ്പിളാണ് ഈ ഒരു ഡാറ്റാബേസിൽ, ഈ പെർസെൻറ്റേജിൻ്റെ കണക്കിൽ വരുന്ന ഡാറ്റാബേസിൽ വരുന്നത്. സോ അതിനകത്ത് ആദ്യമേ എന്ത് ചെയ്തിട്ടുണ്ടെന്ന് അറിയാം? കണ്ടിന്യൂസ് ആയിട്ട് പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന ആളുകളെ ഗവൺമെൻറ് എന്ത് ചെയ്തിട്ടുണ്ട്, അതായത് സെബി എന്ത് ചെയ്തിട്ടുണ്ട്, ഇതിനകത്തുനിന്ന് മാറ്റിയിട്ടുണ്ട്. ബാക്കിയുള്ള നോർമലി പോകുന്ന ആളുകളിലാണ് ഈ 11% എന്ന് പറയുന്ന കേസ് വരുന്നത്. 11% ആളുകൾ പ്രോഫിറ്റ് ഉണ്ടാക്കുന്നു, ബാക്കിയുള്ള 89% ആളുകൾ ലോസ് ഉണ്ടാക്കുന്നു എന്നുള്ള വിവരം നമുക്ക് സെബി തരുന്നത്. സോ ഇത് വായിക്കുമ്പോൾ തന്നെ ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് ക്ലിയർ ആയിട്ട് അറിയാവുന്ന ഒരു കാര്യം എന്താണ്? പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന ആളുകളുണ്ട്, F&Oയിൽ പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന ആളുകളുണ്ട്. സോ പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന ഒരാളുകളും അവിടെയുണ്ട്, പ്രോഫിറ്റ് ഉണ്ടാക്കാത്ത ആൾക്കാരും അവിടെയുണ്ട്. ഈ പ്രോഫിറ്റ് ഉണ്ടാക്കാത്ത ആളുകൾ എന്താണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്താണ് അവരുടെ മിസ്റ്റേക്ക് എന്ന് മനസ്സിലാക്കിയിട്ട് അതിനുള്ള ഒരു ഗൈഡൻസ് കൊടുക്കല്ലേ ആദ്യം വേണ്ടത്. നമുക്ക് ക്ലിയർ ആയിട്ട് അറിയാവുന്ന ഒരു കാര്യമല്ലേ. നമുക്കൊരിക്കലും മദ്യം നിരോധിച്ചു എന്ന് വിചാരിച്ചിട്ട് ആളുകൾ കള്ളു കുടിക്കാണ്ടിരിക്കുമോ? നിങ്ങൾ ചീട്ട് കളിക്കരുത് എന്ന് ഗവൺമെൻറ് ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. നാട്ടിൻപുറത്ത് നിങ്ങൾ ചീട്ട് കളിക്കുന്നില്ലേ?
ഉണ്ട്, ഇപ്പോഴും സ്റ്റിൽ കളിക്കുന്നുണ്ട് അല്ലേ. അറ്റ് ദ സെയിം ടൈം എന്തുകൂടെ പിന്നെ സംഭവിക്കുന്നുണ്ട്, ഈ പുകയില ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കരുത് എന്ന് പറയുന്നുണ്ട്. അത് ആരെങ്കിലും ഉപയോഗിക്കാണ്ടിരിക്കുന്നുണ്ടോ? സി, അതിനുള്ള അവയർനെസ് കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള പരിപാടി. നിങ്ങൾ പിന്നെ ഇപ്പം ഈ പറഞ്ഞ ഒരുപാട് നമ്മളുടെ ബ്രോക്കിംഗ് ആപ്പുകളുണ്ട്, സിറോദ ഉണ്ട്, അപ്സ്റ്റോക്സ് ഉണ്ട്, പിന്നെ ഗ്രോ ഉണ്ട്, അല്ലെങ്കിൽ അതുണ്ട് ഇതുണ്ട്. ഇതിലൊക്കെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യൽ വെരി ഈസിയാണ്. ഒരു പരിപാടി ഇല്ലാണ്ട് വെറുതെ ഇരുന്നിട്ട് നമുക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ പറ്റും. നിങ്ങൾ ഇങ്ങനെ ഒരു നിയമം കൊണ്ടുപോവാ, എഫാനോയിൽ ട്രേഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചുമ്മാ ഇരുന്നിട്ടൊരു പിന്നെ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാക്കുക. ഇതൊക്കെ അത്ര വലിയ ഭയങ്കരമായിട്ടുള്ള പരിപാടിയാണോ? ഏറ്റവും സിമ്പിളായിട്ട് എന്താണ് സിഇ, എന്താണ് പിഇ, എന്താണ് പ്രീമിയം ഡി കെ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാക്കുക. ഇത് കാണുമ്പോഴെങ്കിലും വായിക്കുന്ന, അതായത് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നവന് മനസ്സിലാവും, ഓക്കെ ഇതിനകത്ത് ഇങ്ങനെയും പരിപാടി ഉണ്ട്, ഇതിനെക്കുറിച്ചൊന്ന് ചുമ്മാ നോക്കിയേക്കാന്ന് വിചാരിച്ചിട്ട്, അതായത് വെറുതെ ഞാനൊരു 10,000 രൂപ ഇട്ടുവോക്കട്ടെ, കിട്ടുകയാണെങ്കിൽ കിട്ടി, പോയാൽ പോയി എന്ന് പറഞ്ഞ് ചിന്തിക്കുന്നവൻ, അവരിലെ 50% പോലും ഇത് വായിച്ചു കഴിഞ്ഞാൽ ഓക്കെ ഇത് കിട്ടിയാൽ കിട്ടി, പോയാൽ പോയി എന്ന് പറഞ്ഞ പരിപാടിയല്ല എന്ന് പറഞ്ഞിട്ട് ബാക്ക് ഔട്ട് ചെയ്യും. സോ അതൊരു അവയർനെസ് ആണ്. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെറിയൊരു എക്സാം വെക്കുക, ചെറിയൊരു എക്സാമിനെ കണ്ടക്ട് ചെയ്യുക. ഇതിപ്പം നമുക്ക് പിന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ നീറ്റ് എക്സാം ഒന്നുമല്ലല്ലോ, ചോദ്യപേപ്പർ ചോർത്തിയിട്ട് നമുക്ക് പിന്നെ വേറെ പ്രൊഫഷനിലേക്കൊന്നും എത്താൻ പറ്റില്ലല്ലോ. ചോദ്യപേപ്പർ ചോർത്തിയാലും ജയിച്ചാലും അവൻ്റെ സ്കില്ല് വെച്ചിട്ട് മാത്രമേ അവരെന്താവുന്നുള്ളൂ, പ്രോഫിറ്റബിൾ ആവുന്നുള്ളൂ എന്നുള്ളതാണ് റിയാലിറ്റി. ബട്ട് ഈ എക്സാമിനൂടെ കണ്ടക്ട് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു പിന്നെ ഇങ്ങനൊരു രീതിയിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ, ഒരു ട്രേഡ് ചെയ്യണം എന്നുള്ള ചിന്തയിൽ മാത്രം വരുന്ന ഒരാൾക്ക് മനസ്സിലാവും, ഓക്കെ ഇതിനകത്ത് ഇങ്ങനെയും കുറേ കാര്യങ്ങളുണ്ട് എന്നുള്ളത് മനസ്സിലാവും. സോ സിമ്പിളായിട്ട് അവയർനെസ് ആണ് ആദ്യം കൊടുക്കേണ്ടത്. അല്ലാണ്ട് ട്രേഡ് ചെയ്യുന്നുണ്ട്, പിന്നെ ലോസ് ഉണ്ടാക്കുന്നുണ്ട്, ഞങ്ങൾ ഇത്രയും പിന്നെ ടാക്സ് അങ്ങോട്ട് വെച്ച് കൊടുക്കുകയാണ്, എന്നാൽ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവന്മാർ ലോസ് ഉണ്ടാക്കൂല എന്നുള്ള ലെവലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യുന്നത് വിവരക്കേട് എന്ന് പറഞ്ഞാൽ അതിൽ കുറ്റമൊന്നും പറയാൻ പറ്റില്ല, റിയാലിറ്റിയാണത്. അതിൻ്റെ കൂട്ടത്തിൽ അടുത്തതായിട്ട് പറയാനുള്ള കാര്യം എന്താണെന്ന് അറിയാം, ഞാൻ ഇൻട്രോയിൽ പറഞ്ഞ പോലെ ഇത്രയും കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടൊക്കെയാണ് ഒരു ട്രേഡിങ്ങിൽ ഒന്ന് പച്ച പിടിച്ച ആളുകൾ വരുന്നത്. നിങ്ങളുടെ കണക്ക് പ്രകാരം നിങ്ങൾ തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്, 3 വർഷം ഒരാൾ സസ്റ്റെയിൻ ആയിട്ട് മാർക്കറ്റിൽ നിൽക്കാൻ പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ അയാൾ നല്ല രീതിയിൽ പ്രോഫിറ്റ് ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെയുള്ളവരാണ് ഈ 11% എന്നുള്ളതാണ് നിങ്ങൾ തന്നെ സെബി തന്നെ പറയുന്ന കണക്ക് പറയുന്നത്. സി, ഈ 3 വർഷം ഒരാൾ കഷ്ടപ്പെട്ടിട്ട് അവസാനം വെച്ചിട്ട് അയാളെ ഗ്യാംബ്ലർ എന്ന് പറയുന്നത് ഭയങ്കര ബോറ് പരിപാടിയാണ്. ലോട്ടറി എടുക്കുന്നത് ഒരിക്കലും പിന്നെ ക്യാൻഡലിനെ കുറിച്ച് സ്റ്റഡി ചെയ്തിട്ടല്ല, ഒരിക്കലും പിന്നെ രാത്രി 2 മണി വരെ ഇരുന്നിട്ട് മാർക്കറ്റിനെ ബാക്ക് ടെസ്റ്റ് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ കഴിഞ്ഞ റിസൾട്ടുകൾ അനലൈസ് ചെയ്തിട്ടല്ല, അല്ലെങ്കിൽ പിന്നെ റമ്മി സർക്കിളിൽ പിന്നെ ചീട്ട് കളിക്കുന്നത് ഇത്രയും ദിവസത്തെ എക്സ്പീരിയൻസ് കൊണ്ടോ അല്ലെങ്കിൽ പിന്നെ പെയിന് കൊണ്ടോ അങ്ങനെ ഒന്നുമല്ല. അത് പ്യുവറായിട്ടൊരു ഗ്യാംബ്ലിങ് തന്നെയാണ്. ബട്ട് നിങ്ങൾ ഒരിക്കലും ഒരു സ്പെക്കുലേറ്റീവ് അല്ലെങ്കിൽ ഒരു പ്രോപ്പർ ഗ്യാംബ്ലിങ് എന്നുള്ള രീതിയിൽ മാർക്കറ്റിൽ അല്ലെങ്കിൽ ട്രേഡേഴ്സ് ഒരു ഗ്യാംബ്ലേഴ്സ് ആണ് എന്നുള്ള രീതിയിൽ ഗവൺമെൻറ് തന്നെ പറയരുത്. കാരണം അല്ലെങ്കിൽ നാട്ടുകാരും കുടുംബക്കാരും കൂട്ടുകാരും ഒക്കെ പറയുന്നുണ്ട് ട്രേഡിങ് എന്ന് പറഞ്ഞാൽ ലോട്ടറിയാണ്, എന്താ പറയുക, ചൂതാട്ടമാണ് എന്നുള്ള രീതിയിൽ നാട്ടുകാർ പറയുന്നുണ്ട്. അവർ വിവരമില്ലാത്തവരാണെന്ന് പറഞ്ഞിട്ട് നമുക്കവിടെ മാറ്റി നിർത്താം, അല്ലെങ്കിൽ അവർക്ക് അറിയാത്തവരാണെന്ന് പറഞ്ഞിട്ട്. ബട്ട് ഇത്രയും വലിയൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഈ ഒരു രീതിയിൽ പിന്നെ ട്രേഡേഴ്സിനെ ട്രീറ്റ് ചെയ്യരുത് എന്നുള്ളതാണ് ഫസ്റ്റ് എനിക്ക് പറയാനുള്ള കാര്യം. ആൻഡ് അടുത്ത കേസായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ എന്തൊക്കെ രീതിയിലുള്ള ടാക്സുകളാണ് വരാൻ പോകുന്നത്? 3 രീതിയിലുള്ള ടാക്സുകളാണ് പറഞ്ഞു കേൾക്കുന്നത്. ഒന്നെന്താണ്, HFT ആൻഡ് പിന്നെ ആൽഗോഡക്സിനൊക്കെ വരുന്ന ടാക്സുകളാണ്. അവർക്കുള്ള പിന്നെ സെക്യൂരിറ്റി ട്രാൻസാക്ഷൻ ചാർജസ് കൂട്ടുമെന്നാണ് പറഞ്ഞത്. അത് നിങ്ങൾ കൂട്ടുക, കുറയ്ക്കുക, അല്ലെങ്കിൽ 100% ആക്കുക. 30 അപ്പോൾ പറഞ്ഞു വരുന്നത് നിങ്ങൾ 100% ആക്കുക, എന്ത് വേണമെങ്കിലും ചെയ്യും. കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, പിന്നെ ട്രേഡ് ചെയ്യുന്ന നിങ്ങൾ മേ ബി ശ്രദ്ധിച്ചിട്ടുണ്ടാവുന്ന ഒരു കാര്യമാണ്. കഴിഞ്ഞിടക്ക് സെബി പിന്നെ സുപ്രീം കോടതി സെബിയോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താണ് മാർക്കറ്റിൽ ഇത്ര വോളറ്റൈലിറ്റി വരുന്നത് എന്നുള്ളത്. അന്ന് നിങ്ങൾ പറഞ്ഞിട്ടുള്ളൊരു കാര്യം എന്താണെന്നറിയാം, വോളറ്റൈലിറ്റി മാർക്കറ്റിലുണ്ട്, സോ ഞങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, എക്സ്പയറിനെ ഞങ്ങൾ പുതിയതായിട്ട് ആഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് എന്താ ചെയ്തേക്കണമെന്നറിയാം, വോളറ്റാലിറ്റി കുറക്കാനായിട്ട് എക്സ്പയറിനെ ഞങ്ങൾ കുറച്ച് ആഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് അതിൻ്റെ കൂട്ടത്തിൽ വോളറ്റാലിറ്റി കുറക്കാൻ വേണ്ടിയിട്ട് ഈ പറഞ്ഞ HFT ടീമിനോട് പറഞ്ഞു ഇങ്ങനെയുള്ള വോളറ്റാലിറ്റി മാർക്കറ്റിൽ ഉണ്ടാവാൻ പാടില്ല എന്നുള്ള രീതിയിൽ അവർക്കൊരു നിർദ്ദേശം കൊടുത്തിട്ടുണ്ടായിരുന്നു. ആൻഡ് അതിനുശേഷം കുറച്ചു കാലം നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും, കുറച്ചു കാലം ഈ ഒരു സ്പൈക്കുകൾ, ഭയങ്കരമായിട്ടുള്ള സ്പൈക്കുകൾ ഇല്ലാത്തൊരു സിറ്റുവേഷൻ മാർക്കറ്റിലുണ്ടായി. ആൻഡ് വീണ്ടും ഇപ്പോൾ ഇത് തന്നെയാണ് എഗെയിൻ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ മാർക്കറ്റിൽ പിന്നെ ബാങ്ക് നിഫ്റ്റിയുടെ എക്സ്പയറിയിൽ എന്താണ് സംഭവിച്ചിട്ടുള്ളത് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുകയാണ്. എന്താണ് ഈ HFT, ഇത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, ഈ ആൽഗോസ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്ന് മേ ബി നിങ്ങൾക്ക് പിന്നെ നിങ്ങൾ അറിയുന്നുണ്ടാവില്ല. നിങ്ങൾ ജസ്റ്റ് ഒരു കാര്യം ചെയ്താൽ മതി,
നമ്മുടെ യൂട്യൂബ് ഒന്ന് എടുത്ത് നോക്കിയിട്ട് HFT ട്രേഡിംഗ് എങ്ങനെയാണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് വാച്ച് ചെയ്താൽ മതി. ഒരു US ബേസ്ഡ് ആയിട്ടുള്ള ഒരാളുണ്ട്, അയാളുടെ ഒരു സ്പീച്ച് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇങ്ങനെ പോകുമ്പോൾ കേൾക്കാറുണ്ട്. ഞാൻ അയാളുടെ പേര് ഞാൻ ഓർക്കുന്നില്ല, ഇന്ത്യൻ വംശജനാണ്, US ബേസ് ആയിട്ടുള്ളത്. സോ അയാൾ ഈ HFTസിന് വേണ്ടിയിട്ട് ട്രേഡ് ചെയ്തിട്ടുള്ള അതിൻ്റെ കൂട്ടത്തിൽ ഇരുന്നിട്ടുള്ള എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ്. സോ അതിനകത്ത് പുള്ളി പറയുന്ന ക്ലിയർ ആയിട്ട് പുള്ളി എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു കാര്യമുണ്ട്, എങ്ങനെയാണ് ഈ HFTs വർക്ക് ചെയ്യുന്നത് എന്നുള്ളത്. സിമ്പിളായിട്ട് ഇത്രയേ ഉള്ളൂ കാര്യം. അതായത് അവരുടെ ഓർഡേഴ്സ് എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ കാര്യം അവരെന്താണെന്ന് അറിയാം, അവർ ഈ NSEയുടെ ഡയറക്റ്റ് മെമ്പേഴ്സാണ്. അവർക്ക് ബ്രോക്കറേജോ കാര്യങ്ങളോ ഒന്നും തന്നെ വരുന്നില്ല. അവർക്ക് ഇപ്പോൾ STT അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ വരുന്നുള്ളൂ. ലെറ്റ്സ് അസ്യൂം ഒരു ഓർഡറിന്, അതായത് ഒരു ക്വാണ്ടിറ്റിക്ക് അവർക്ക് വരുന്നത് 30-35 പൈസയൊക്കെയാണ് ചാർജ് ആയിട്ട് മൊത്തം വരുന്നതെന്നുണ്ടെങ്കിൽ എന്നെ സംബന്ധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഒരുപാട് മാറി. കാരണം ഞാൻ അവിടെ ബ്രോക്കറേജ് കൊടുക്കേണ്ടതുണ്ട്, ബാക്കിയുള്ള ചാർജസ് കൊടുക്കേണ്ടതുണ്ട്, ഇതൊക്കെ കൊടുക്കേണ്ടതുണ്ട്. അവർക്കൊരു 30-35-50 പൈസയാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ഞാൻ ഈ കണക്കൊക്കെ ജസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മാത്രം പറയുന്നതാണ്. അതിൻ്റെ ആക്ച്വൽ ഫിഗർ ഒന്ന് തപ്പിപ്പോയിട്ട് അത് അങ്ങനെയല്ല ഇങ്ങനെ എന്ന് പറയാനായിട്ട് ആരും വരണ്ട. സോ ഈ ഒരു രീതിയിലാണ് കാര്യങ്ങൾ. ഒരു 50 പൈസയാണ് വരുന്നതെന്നുണ്ടെങ്കിൽ അവർ ഓർഡർ എടുത്തതിന് ശേഷം അവരെന്താ ചെയ്യുന്നതെന്ന് പറയാം, പിരാമിഡിങ് ഓർഡേഴ്സ് ആണ് അവരത് വരുന്നത്. അതായത് മാർക്കറ്റിൽ നിങ്ങൾക്ക് അറിയാവുന്ന ഒരു കാര്യമുണ്ട്, അവരെങ്ങോട്ടാണോ മൂവ് ഉണ്ടാക്കാൻ പൊട്ടൻഷ്യൽ ഉള്ളത് ആ ഒരു ഏരിയയിലേക്ക് അവരെന്ത് ചെയ്യും, ഈച്ച് ആൻഡ് എവ്രി 2 രൂപയുടെ ഈ പറഞ്ഞ രൂപയും ഒരു എന്താ പറയുക എക്സാമ്പിൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണ്. ആൻഡ് ഈ 2 എന്നുള്ളത് താഴത്തേക്ക് മാത്രമേ പോവുള്ളൂ, 3ലേക്ക് പോകുന്നില്ല. അത്രയും ചെറിയ പ്രോഫിറ്റിന് വേണ്ടിയിട്ടാണ് അവർ എയിം ചെയ്യുന്നത്. സോ അവരെന്താ ചെയ്യുന്നത്, അവർ HFTസിൻ്റെ കാര്യം ഞാൻ പറയണം കേട്ടോ. സോ അവർ ഈച്ച് ആൻഡ് എവ്രി 2 രൂപയിൽ ഓർഡേഴ്സ് ഇങ്ങനെ പഞ്ച് ചെയ്ത് പോവുകയാണ്. നമുക്കറിയാവുന്ന ഒരു കാര്യം എന്താണ്, ബാങ്ക് നിഫ്റ്റിയിൽ ഒരൊറ്റ ക്യാൻഡിൽ ഉണ്ടായി കഴിഞ്ഞാൽ, ഓപ്ഷൻസിൽ ഒരൊറ്റ ക്യാൻഡിൽ ഉണ്ടായി കഴിഞ്ഞാൽ ആ ക്യാൻഡിൽ ഡയറക്ട്ലി ഷൂട്ടായിട്ട് ഒരു 20, 25, 30 പോയിന്റ് പോയിട്ടോ അല്ലെങ്കിൽ 20 പോയിന്റ് പോയിട്ടോ ഒക്കെ ആയിരിക്കും താഴത്തേക്ക് വരുന്നത്. സോ ഇതിനുള്ളിൽ തന്നെ ഇവരുടെ ഓർഡേഴ്സ് എന്തായി, ഒരു ബൾക്ക് ഓർഡർ ബേസിൽ പഞ്ചായി. അടുത്ത 2 രൂപയിലേക്ക് എത്തുമ്പോഴേക്ക് ഈ ബൾക്ക് ഓർഡർ കട്ടായി, ആൻഡ് അടുത്ത ഓർഡർ അവിടെ പഞ്ചായി. എഗെയിൻ അടുത്ത 2 രൂപയിലേക്ക് എത്തുമ്പോഴേക്ക് അടിയിൽ നിന്നെടുത്ത ഓർഡർ കട്ടായി, മുകളിലത്തെ ഓർഡർ വീണ്ടും പഞ്ചായി, എഗെയിൻ അത് മുകളിലേക്ക് പോയി. സോ ആ ഒരൊറ്റ ഷാർപ്പ് മൂവിൽ എത്രയാണോ പോകുന്നത് അത് മൊത്തവും അവർ തൂത്തുവാരെടുത്തു. ലാസ്റ്റ് എവിടെ നിന്നാണോ റിവേഴ്സൽ ആവുന്നത് അവിടുന്ന് 2 രൂപയുടെ അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള ലോസ് മാത്രം, ലാസ്റ്റത്തെ ഒരൊറ്റ ലെഗിൽ മാത്രം അവർ ലോസ് ബുക്ക് ചെയ്തു. ഇതാണ് ഹൈ ഫ്രീക്വൻസി ട്രേഡ് HFT എന്ന് പറഞ്ഞ സംഗതിയുടെ പരിപാടി എന്ന് പറയുന്നത്. അവരെന്തേ നോക്കുന്നുള്ളൂ, അവർക്ക് 1 രൂപയാണെന്നുണ്ടെങ്കിലും പ്രോഫിറ്റ് കിട്ടുന്നുണ്ട്. ക്രോർസ് ഓഫ് ഓർഡേഴ്സ് ഒറ്റയടിക്ക് മാർക്കറ്റിലേക്ക് പഞ്ച് ചെയ്യുന്നു. ആ ഒരൊറ്റ പോകുന്ന മൂവിൽ തന്നെ ഒരു പ്രോഫിറ്റ് ഉണ്ടാകുന്നു. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായോ, നിങ്ങൾ അറിയാണ്ടും നിങ്ങൾക്ക് വേണ്ടിയിട്ടും അല്ലെങ്കിൽ നിങ്ങൾ എതിരായിട്ടും ഒക്കെ മാർക്കറ്റിലെ ആളുകൾ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളത്. സോ ഇങ്ങനെയാണ് മാർക്കറ്റിൽ HFTs വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ആൽഗോസ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ അവർക്ക് STT കൂട്ടാൻ പോവുകയാണെന്ന് പറഞ്ഞിട്ടൊരു റൂമേഴ്സ് കേട്ടു. നിങ്ങൾ കൂട്ടിക്കോ, നിങ്ങൾ എത്ര വേണേലും തലയിൽ വെച്ച് കൊടുത്തോ. കാരണം റീറ്റെയിലേഴ്സിൻ്റെ കാശ് കളയാനായിട്ട്, റീറ്റെയിലേഴ്സിനെ ട്രാപ്പ് ആക്കാനായിട്ട് നമ്പർ 1 റീസൺ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ ആൽഗോസ് ആണ്. അവർക്ക് നിങ്ങൾ കടിഞ്ഞാണിടാണെന്നുണ്ടെങ്കിൽ എന്ത് വേണമെങ്കിലും ചെയ്തോ, റീറ്റെയിലേഴ്സിനെ പ്രൊട്ടക്ട് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഇതാണ്. അവയർനെസ് കൊടുക്കുക, ഈ പറഞ്ഞ കാര്യം. ഇതാണ് റീറ്റെയിലേഴ്സിനെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറഞ്ഞാൽ. നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്തു കഴിഞ്ഞാൽ എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്ന കാര്യവും ഇത് തന്നെയാണ്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അതിനൊരു ഭവിഷ്യത്ത് കൂടിയുണ്ട്. ഇപ്പം ടാക്സസ് കൂടി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്നു, അവർക്ക് അത്ര പ്രോഫിറ്റ് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ, അവർക്ക് അതിനനുസരിച്ച് പ്രോഫിറ്റ് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് വോളറ്റാലിറ്റി കുറയും. വോളറ്റാലിറ്റി കുറയുക എന്ന് പറഞ്ഞാൽ മാർക്കറ്റിലെ പാർട്ടിസിപ്പേഷൻ കുറഞ്ഞു എന്നുള്ളതാണ് അർത്ഥം. സോ മാർക്കറ്റിലെ പാർട്ടിസിപ്പേഷൻ കുറഞ്ഞാൽ എന്താ ഉണ്ടാവുക എന്നുള്ളത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും. ചിലപ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും, മാർക്കറ്റിലെ പാർട്ടിസിപ്പേഷൻ കുറഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത്. സോ ഇതാണ് ഫസ്റ്റ് വരുന്നുണ്ട് എന്ന് പറയുന്ന റൂമർ. HFTസിന് സെക്യൂരിറ്റി ട്രാൻസാക്ഷൻ ചാർജസ് കൂടാൻ പോവുകയാണ്, ടാക്സ് കൂടാൻ പോവുകയാണ് എന്നുള്ള രീതിയിൽ. സോ അതാണെന്നുണ്ടെങ്കിൽ വലിയ പ്രശ്നങ്ങളൊന്നും വരാൻ പോകുന്നില്ല. ആൻഡ് പ്രശ്നങ്ങൾ വരാൻ പോകുന്നത് അടുത്ത 2 കാര്യത്തിലാണ്. അടുത്ത 2 റൂളുകളാണ് ഏറ്റവും മോശമായിട്ട് നമ്മളെ ബാധിക്കാൻ പോകുന്നത്. ഇതുവരെയുള്ളത് നമ്മൾ പറഞ്ഞത് HFTസിൻ്റെ കാര്യമായിരുന്നു. അവർ ഈ പറഞ്ഞതുപോലെ ഹൈ നെറ്റ്വർത്ത് ആയിട്ടുള്ള ആളുകളാണ്, എന്ത് മാങ്ങാത്തൊലി വേണേലും കാണിച്ചോട്ടെ. അടുത്ത വരുന്ന ഏറ്റവും വലിയ പണി എന്താണ്, ഇതിനെ ഒരു സ്പെക്കുലേറ്റീവ് ഇൻകം ആയിട്ട് മാത്രം ട്രീറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഞാനും നിങ്ങളും ഗവൺമെൻറ്റിൻ്റെ കണ്ണിൽ ഒരു ലോട്ടറി ടിക്കറ്റ് എടുക്കുന്നവരാണ്, ഭാഗ്യപരീക്ഷണം മാത്രം നടത്തുന്നവരാണ് എന്നുള്ളതാണ്. സോ ഈ ഭാഗ്യപരീക്ഷണം അല്ലെങ്കിൽ സ്പെക്കുലേറ്റീവ് ഇൻകം മാത്രമായിട്ട് ട്രീറ്റ് ചെയ്യുമ്പം അവിടെ ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. ഇങ്ങനെ സ്പെക്കുലേറ്റീവ് ഇൻകം ആയിട്ട് ട്രീറ്റ് ചെയ്താലും ഈ പറഞ്ഞ വലിയ ആളുകൾക്കൊന്നും ഇത് യാതൊരു രീതിയിലും ബുദ്ധിമുട്ടാവാൻ പോകുന്നില്ല. ഒന്നാമത്തെ കാര്യം, സാധാരണക്കാരൻ മുന്നോട്ട് വരണം എന്നുള്ള ചിന്തയുള്ള ഗവൺമെൻറ്റുകൾ ഒന്നും തന്നെ ഇല്ല എന്നുള്ളത് ഒരു റിയാലിറ്റിയാണ്. ഞാൻ എല്ലാ ഗവൺമെൻറ്റിനെയും കൂടിയാണ് പറഞ്ഞത്. എനിക്ക് വ്യക്തമായിട്ടുള്ള രാഷ്ട്രീയമുണ്ട്, ബട്ട് ഞാൻ വിശ്വസിക്കുന്ന രാഷ്ട്രീയ പാർട്ടി അടക്കമുള്ളവരുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. സാധാരണക്കാരൻ മുന്നോട്ട് വരണം എന്നുള്ള ചിന്തയൊന്നും ഒരു രാഷ്ട്രീയക്കാരനുമില്ല. അടിമ എപ്പോഴും അടിമയായിട്ടിരിക്കണം, ഉടമ എപ്പോഴും ഉടമയായിട്ടിരിക്കണം, കാശുള്ളവൻ എപ്പോഴും അങ്ങനെ ഇരിക്കണം, അവർക്ക് വേണ്ടിയിട്ട് ജോലി എടുക്കാനായിട്ടുള്ള ആളുകൾ വേണം. ഇതൊക്കെ തന്നെയാണ് എപ്പോഴും രാജ്യത്തിൻ്റെ സമവാക്യം എന്ന് പറയുന്നത്. മാറ്റങ്ങൾ വരുന്നുണ്ട്, വരട്ടെ, നല്ലതാണ്. പറഞ്ഞു വന്ന കേസിലേക്ക് തിരിച്ചു പോകുകയാണെന്നുണ്ടെങ്കിൽ
ഇതിനൊരു സ്പെക്യുലേറ്റീവ് ഇൻകം മാത്രമായിട്ട് ട്രീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. എന്താണ് സ്പെക്യുലേറ്റീവ് ഇൻകം മാത്രമായിട്ട് ട്രീറ്റ് ചെയ്താലുള്ള ബുദ്ധിമുട്ട്? ഫസ്റ്റ് തിങ്, നമ്മൾ നേരത്തെ പറഞ്ഞ ഇൻട്രോ കഴിഞ്ഞിട്ട് ഫസ്റ്റ് നമ്മൾ പറഞ്ഞ പഴയ ഒരു ടാക്സ് മെത്തേഡ് ഉണ്ടായിരുന്നല്ലോ. ആ മെത്തേഡിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമായിരുന്നു? ഉണ്ടായിരുന്ന ലോസിനെ നമുക്ക് അടുത്ത വർഷത്തേക്ക് കൊണ്ടുപോകാൻ പറ്റും. അതല്ലാന്നുണ്ടെങ്കിൽ ഇപ്പം ഉണ്ടായിട്ടുള്ള ബിസിനസ് ഇൻകത്തിൽ അതിനെ കുറക്കാൻ പറ്റുമായിരുന്നു. ആ പരിപാടി സ്പെക്യുലേറ്റീവ് ടാക്സ് വന്നു കഴിഞ്ഞാൽ നടക്കില്ല എന്നുള്ളതാണ്. ഇപ്പം വലിയ ആളുകൾക്കാണ് ഉണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതൊരു പ്രശ്നമല്ല. അവർക്കൊരു 30% ടാക്സ് വന്നു എന്ന് പറഞ്ഞാൽ അവർ മോർ ദാൻ ഹാപ്പി ആവും. ഒരു സർട്ടൻ ലെവലിൻ്റെ പുറത്തേക്ക് ഇൻകം പോയി കഴിഞ്ഞാൽ അവിടെ സെസ്സും കാര്യങ്ങളൊക്കെ വരുമ്പോൾ അവർക്ക് ഈ പറയുന്ന 30-ൻ്റെയും മുകളിലേക്കുള്ള ഒരു ടാക്സ് ബൈ ഡിഫോൾട്ട് വരുന്നുണ്ട്. സോ അവർക്കത് 30-ലേക്ക് സെറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവർ മോർ ദാൻ ഹാപ്പി ആവും, അവരത് കൊടുക്കാൻ റെഡി ആയിരിക്കും. ബട്ട് ഞാനും നിങ്ങളുമുള്ള ആളുകളോ നമ്മളെ പോലെയുള്ള ആളുകളുടെ അവസ്ഥ എന്തായിരിക്കും? നമ്മൾ ഒരു ഗ്യാംബ്ലിംഗുകാരനാവുകയും വേണം, നമ്മൾ ഉണ്ടാക്കുന്ന പ്രോഫിറ്റ് എന്താണോ അതിന് ടാക്സ് കൊടുക്കുകയും വേണം. ലോസ് ആണ് ഉണ്ടാക്കിയിട്ടുള്ളതെന്നുണ്ടെങ്കിൽ അത് കുറക്കാനും പറ്റൂല. എങ്ങനെയുണ്ട് പരിപാടി? ഇതാണ് ഫസ്റ്റിൽ വരാൻ പോകുന്ന പ്രോബ്ലം. ആൻഡ് ഇതിങ്ങനെ വന്നാൽ ഇപ്പം ഞാൻ എല്ലാ വർഷവും പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന ഒരാളാണ്, അപ്പോൾ പിന്നെ എനിക്ക് ഇങ്ങനെ ഈ ഒരു രീതിയിൽ ചെയ്താലും കുഴപ്പമില്ല എന്ന് ചിന്തിക്കുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അവരോടാണ് പറയണത്, നിങ്ങൾ ജസ്റ്റ് നിങ്ങളുടെ അടുത്ത് ചെന്നിട്ടുള്ള ഒരു ബാങ്കിൽ ചെന്നിട്ടൊന്ന് ചോദിച്ചു നോക്കുക. എൻ്റെ ഇൻകം, എൻ്റെ ITR കാണുന്ന ഇൻകം എന്ന് പറയുന്നത് സ്പെക്കുലേറ്റീവ് ഇൻകം ആണ്. എനിക്ക് ITR റിട്ടേൺ ഞാൻ ക്രോസ് കാണിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ 2 കോടി ഞാൻ ITR റിട്ടേൺസ് കാണിച്ചിട്ടുണ്ട്. എനിക്കിപ്പോൾ കാശിന് കുറച്ച് അത്യാവശ്യമുണ്ട്, ഒരു 5 ലക്ഷം രൂപ ലോൺ വരുമെന്ന് ചോദിക്കി, പള്ളി പോയി പറയാൻ പറയുമോ? എന്താണ് സ്പെക്കുലേറ്റീവ് ഇൻകം എന്ന് പറയുന്നത്? തരുന്ന ബാങ്കുകൾ ഉണ്ടാവാം, അല്ലെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ട് ബാലൻസോ കാര്യങ്ങളൊക്കെ തന്നിട്ട് തരുന്ന ബാങ്കുകൾ ഉണ്ടാവും. ബട്ട് ആക്ച്വൽ വേയിൽ നോക്കിക്കഴിഞ്ഞാൽ സ്പെക്കുലേറ്റീവ് ഇൻകം എന്നുള്ള രീതിയിൽ വരുന്ന ഒരാൾക്ക് ഇപ്പം 5000 രൂപ മാസം സാലറിക്ക് പണിയെടുക്കുന്ന ഒരാളെക്കാട്ടിലും താഴെയാണ് സ്ഥാനം. നിങ്ങൾ എത്ര വലിയ പ്രോഫിറ്റ് ഉണ്ടായിക്കഴിഞ്ഞാലും നിങ്ങൾ സ്പെക്കുലേറ്റീവ് ഇൻകത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതാണ് നടക്കാൻ പോകുന്നത്. ഒരു ലോൺ എടുക്കാൻ പോലും, ഒരു ഹൗസിംഗ് ലോണിന് ചെന്നാൽ പോലും നിങ്ങളോട് പള്ളിയിൽ പോയി പറയും. അതേ സമയത്ത് നിങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത് മാസം ലക്ഷമാണ്. അപ്പുറത്തൊരുത്തൻ സാലറി പേഴ്സൺ ആയിട്ട് അവൻ 20,000 ഉണ്ടാക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവൻ ആ ലോൺ സാങ്ഷൻ ആയി കിട്ടും. ഇതാണ് സ്പെക്കുലേറ്റീവ് ഇൻകം എന്നുള്ള രീതിയിൽ ട്രീറ്റ് ചെയ്താലുള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത്. രണ്ടാമത്തെ പ്രശ്നം എന്ന് പറയുന്നത് നമ്മളുടെ ടാക്സ് എന്താണ്, നമ്മളുടെ ലോസ് എന്താണ്, നമുക്ക് കവർ ചെയ്യാൻ പറ്റില്ല. ഇതുവരെ നമുക്ക് 7-8 വർഷത്തേക്ക് കവർ ചെയ്യായിരുന്നു. ആ ഒരു പരിപാടി സ്പെക്കുലേറ്റീവ് ഇൻകത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നടക്കില്ല എന്നുള്ളതാണ്. ആൻഡ് ഇതിൻ്റെ ഏറ്റവും മാരകമായിട്ടുള്ള കേസാണ് അടുത്തതായിട്ട് വരാൻ പോകുന്നത്, 30% TDS. ഇതാണ് ഏറ്റവും ഉള്ളതിൽ വരുന്ന റൂമേഴ്സിൽ ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഇതാണ്. ഇനി അഥവാ ഇതെങ്ങാനും ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ, ഈ ഒരു റൂമർ എങ്ങാനും പ്രാവർത്തികമാവുകയാണെന്നുണ്ടെങ്കിൽ, അതായത് TDS 30% എന്നുള്ളതാണ് സീന്. സോ ഇതെങ്ങാനും പ്രാവർത്തികമാക്കുകയാണെന്നുണ്ടെങ്കിൽ F&O ട്രേഡിങ്ങിനെ എനിക്ക് തോന്നുന്നില്ല, പല ആളുകളും പറയുന്നുണ്ട് അങ്ങനെ ആവില്ല, അത് ഗ്രാജുവലി റീറ്റെയിലേഴ്സിന് ഗുണം തന്നെ ഉണ്ടാവുള്ളൂ, റീറ്റെയിലേഴ്സിനാണ് ഇതുകൊണ്ട് ഉപകാരം എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഇതൊന്നും ആവില്ല. ഇതിൻ്റെ റിയാലിറ്റി എന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞുതരാം. ഇപ്പം നിങ്ങൾക്കറിയാം, ഫെബ്രുവരിയിൽ RBIയുടെ ഒരു റൂൾ ഉണ്ടായിരുന്നു, RBIയുടെ ഒരു ന്യൂ റിലീസ് ഉണ്ടായിരുന്നു. സംഭവം എന്താണെന്ന് വെച്ചാൽ RBI പറഞ്ഞിട്ടുള്ള കാര്യം കറൻസി ട്രേഡിങ്ങിൻ്റെ കാര്യമാണ്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും ചില ആൾക്കാർക്ക്. അതിനകത്ത് USD INRലാണ് കാര്യമായിട്ടുള്ള ട്രേഡിങ് നമുക്ക് ഇന്ത്യയിൽ ലീഗലായിട്ട് ചെയ്തുകൊണ്ടിരുന്നത്. സോ അതിനകത്ത് RBI ഒരു നിയമം കൊണ്ടുവന്നു. ആ നിയമം എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു അറിയോ? നിങ്ങൾ ഇമ്പോർട്ട് ഓർ എക്സ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ്, നിങ്ങൾ ഇമ്പോർട്ട് ആൻഡ് എക്സ്പോർട്ടിൻ്റെ ബിസിനസ് ചെയ്യുന്ന ഒരാളാണ്. സോ നിങ്ങൾക്ക് എന്തുണ്ടാവും? അപ്പം ഈ കറൻസി വേരിയേഷൻ മൂലം നിങ്ങൾക്ക് എന്തുണ്ടാവും? കറൻസി വേരിയേഷൻ മൂലം നിങ്ങൾക്ക് ലോസ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. സോ അങ്ങനെയുള്ള ഒരു ആളാണ് നിങ്ങളെങ്കിൽ, അങ്ങനെ ഒരു സെക്ടറിലാണ് നിങ്ങൾ വർക്ക് ചെയ്യുന്നതെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഫോറക്സ് ട്രേഡിങ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ള രീതിയിൽ ഒരു നിയമം കൊണ്ടുവന്നു. ആൻഡ് അതിനുശേഷം എന്താണ് ഉണ്ടായിട്ടുള്ളത് നിങ്ങൾ ചുമ്മാ ഒന്ന് ഗൂഗിൾ സെർച്ച് നോക്കിയാൽ മതി, നിങ്ങൾക്ക് കാണാൻ പറ്റും. അതായത് 3 ദിവസം കൊണ്ട് 95%ഓളം വോളിയം ഡ്രോ ഡൗൺ ആയി. എവിടുന്ന്? കറൻസി ട്രേഡിംഗ്. അതായത് ഇന്ത്യയിൽ ലീഗലി ചെയ്യുന്ന കറൻസി ട്രേഡിംഗ് 3 ദിവസം കൊണ്ട് 95% വോളിയം ഡ്രോ ഡൗൺ ആയി. ആൻഡ് വെരി ഫ്യൂ ഡേയ്സ്, ഒരു വീക്കിനൊക്കെ ശേഷമായിട്ട് 1% വോളിയത്തിലേക്ക് അത് മാറി എന്നുള്ളതാണ്. സോ ഇതാണ് ഇവിടെയും വരാൻ പോകുന്ന കേസ്. മാർക്കറ്റിൽ നിന്ന് വോളിയം ഇല്ലാണ്ടാവും. എന്താണ് ഇതിൻ്റെ സംഭവം എന്ന് പറഞ്ഞാൽ 30% TDS, അതായത് ഏറ്റവും സിമ്പിളായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ 30% ടാക്സ് നിങ്ങൾ കൊടുക്കേണ്ടതുണ്ട്. എങ്ങനെയാണ് ആ 30% ടാക്സ് വരുന്നത്? എനിക്ക് ഉറപ്പായിട്ട് പറയാൻ പറ്റുന്ന കാര്യം, അല്ലെങ്കിൽ ഒരു 95% ഗ്യാരണ്ടിയിൽ ഞാൻ പറയുന്നൊരു കാര്യം, ഈ ഒരു നിയമം എന്തായാലും വരാൻ സാധ്യതയില്ല എന്നുള്ളതാണ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ മാർക്കറ്റ് നോക്കണ്ട, സ്റ്റോക്ക് മാർക്കറ്റ് നോക്കണ്ട, വലിയ വലിയ കമ്പനീസ് നോക്കണ്ട, അതൊക്കെ എന്താ സംഭവിക്കാൻ പോകുന്ന ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. നിങ്ങളൊരു 10,000 രൂപ ഇൻകം ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇന്നത്തെ ദിവസം നിങ്ങൾ ട്രേഡ് ചെയ്തു, നിങ്ങളൊരു 10,000 രൂപ ഇൻകം ഉണ്ടാക്കി, ഇന്നത്തെ ദിവസം നിങ്ങൾ 30,000 രൂപ 3,000 രൂപ ടാക്സ് ആയിട്ട് കൊടുത്തു, 30% 3,000 രൂപ ടാക്സ് ആയിട്ട് നിങ്ങൾ കൊടുത്തു.
വാട്ട് ഇഫ് നാളത്തെ ദിവസം നിങ്ങൾ പ്രോഫിറ്റ് ഉണ്ടാക്കി, നാളെ നിങ്ങൾ ഒരു 10,000 രൂപ എഗെയിൻ പ്രോഫിറ്റ് ഉണ്ടാക്കി, എഗെയിൻ നിങ്ങൾ 3,000 കൊടുത്തു, നിങ്ങൾ എത്ര നിങ്ങളുടെ കയ്യിൽ ബാക്കിയുണ്ട്? 7 + 7 14,000 രൂപ നിങ്ങളുടെ കയ്യിൽ ബാക്കിയുണ്ട്. മറ്റന്നാൾ നിങ്ങൾ ഉണ്ടാക്കുന്ന ലോസ് ആണെന്നുണ്ടെങ്കിൽ, ലെറ്റ്സ് അസ്യൂം നിങ്ങൾ 10,000 റുപ്പീസ് ലോസ് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ഗവൺമെൻറ് നിങ്ങൾക്ക് ആ ബാക്കിയുള്ള കാശ് തിരിച്ചു തരുന്നതാണോ വിചാരിച്ചേക്കണേ? നേരത്തെ പറഞ്ഞിട്ടുണ്ട്, സ്പെക്കുലേറ്റീവ് ഇൻകം, പ്രോഫിറ്റ് ഉണ്ടാക്കിയാൽ ഞങ്ങൾക്ക് തന്നോ, ലോസ് ഉണ്ടെങ്കിൽ നീ അത് കയ്യിൽ വെച്ചോ. എന്തും കൂടി ചെയ്യാൻ പറ്റില്ല, അടുത്ത വർഷത്തുനിന്ന് കുറക്കാൻ പോലും പറ്റൂല. എങ്ങനെ ഉണ്ടാവും? അതായത് നമ്മുടെ ബിസിനസ് ഇൻകം നമ്മൾ നേരത്തെ പറഞ്ഞ കേസ് ഉണ്ടല്ലോ, അതിനകത്തുനിന്ന് കുറക്കാൻ പോലും പറ്റൂല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും മാർക്കറ്റിൻ്റെ അവസ്ഥ ഉണ്ടാവുക? നമുക്ക് എത്ര പേർക്ക് ഒരു കണ്ടിന്യൂസ് വിൻ സ്ട്രീക്കിൽ പോകാൻ പറ്റുന്നുണ്ട്? ഓപ്ഷൻ ട്രേഡേഴ്സിന് കണ്ടിന്യൂസ് ആയിട്ട് എത്ര വിൻ സ്ട്രീക്കിൽ പോകാൻ പറ്റുന്നുണ്ട്? ഇങ്ങനെ പോകാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ, അതായത് പ്രോപ്പറായിട്ട് നമുക്കൊരു വിൻ സ്ട്രീക്ക് ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ് ആക്ച്വലി സംഭവിക്കാൻ പോകുന്നത്? ഡബിൾ ടാക്സേഷൻ എഫക്റ്റ് ആണ് വരാൻ പോകുന്നത്. എന്താണോ നമ്മളുടെ ബിസിനസ് ഇൻകം, അതിന് നമ്മൾ ഓൾറെഡി ടാക്സ് കൊടുക്കുന്നുണ്ട്. ഇവിടെ ഉണ്ടാക്കുന്ന പ്രോഫിറ്റ് എന്താണോ അതിന് നമ്മൾ ഓൾറെഡി ടാക്സ് കൊടുക്കുന്നുണ്ട്. സോ എന്തായി? ടാക്സേഷൻ ഡബിൾ ആയി അല്ലേ? ആൻഡ് ലോസിന് നമുക്ക് ഇതിന് ഡിഡക്ട് ചെയ്യാനും പറ്റുന്നില്ല. സോ ആക്ച്വലി നമുക്ക് എന്താ വരിക? ഡബിൾ ടാക്സേഷൻ എഫക്റ്റ് ആണ് TDS വന്നാൽ നമുക്ക് ഉണ്ടാവാൻ പോകുന്നത്. സോ ഏറ്റവും സിമ്പിളായിട്ട് അതാണ് ഞാൻ നേരത്തെയും പറഞ്ഞത്, എനിക്ക് തോന്നുന്നില്ല ഈ ഒരു നിയമം റൂളായിട്ട് വരാനുള്ള സാധ്യത ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്താണോ F&O ട്രേഡിങ്ങിൽ, അതായത് നമ്മുടെ ഫോറക്സിൽ വന്നിട്ടുള്ളത്, അത് തന്നെയായിരിക്കും ഇവിടെയും വരാൻ പോവുക. വോളിയം ഡ്രോഡൗൺ ആവും, പാർട്ടിസിപ്പൻസ് ഇല്ലാണ്ടാവും. സോ ഇതൊന്നുമല്ല ഒരു എന്താ പറയുക, റീറ്റെയിലേഴ്സിനെ രക്ഷിക്കാനായിട്ടുള്ള വഴികൾ എന്ന് പറഞ്ഞാൽ ഇതൊന്നുമല്ല. റീറ്റെയിലേഴ്സിന് പ്രോപ്പറായിട്ടുള്ള എഡ്യൂക്കേഷൻ കൊടുക്കുക, അവരെ വെറുതെ വന്നിട്ട് ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നുള്ള രീതിയിൽ മാർക്കറ്റിലേക്ക് വരാൻ സമ്മതിക്കാണ്ടിരിക്കുക. അതിൻ്റെ എന്താണ് ആക്ച്വൽ വശങ്ങൾ എന്നുള്ളത് അവർക്ക് പറഞ്ഞു കൊടുക്കുക. അല്ലെങ്കിൽ നിങ്ങളുടെ തന്നെ ഒരു എക്സാം ഉണ്ടല്ലോ, NICM എന്തോ എക്സാമിൻ്റെ പേര്, സിമ്പിളായിട്ടുള്ള എക്സാമാണെന്ന് മൊത്തം പറഞ്ഞേക്കുന്ന സിമ്പിളായിട്ടുള്ള എക്സാമാണ്. അത് ചെയ്തതിന് ശേഷം മാത്രമേ അവർക്ക് ഈ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ പറ്റുകയുള്ളൂ എന്നുള്ള ഒരു റൂൾ അവിടെ കൊണ്ടുവന്നാൽ മതി. അങ്ങനെയാണെന്നുണ്ടെങ്കിലും റീറ്റെയിൽ ആയിട്ട്, അതായത് പഠിച്ചിട്ട് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന, സീരിയസ് ആയിട്ട് മാർക്കറ്റിലേക്ക് വരുന്ന ആളുകൾ മാത്രമേ പിന്നെ ഇതിനകത്തേക്ക് വരുള്ളൂ. അവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ തന്നെ കണക്കുകൾ പറഞ്ഞതുപോലെ 3 വർഷത്തിന് ശേഷമൊക്കെ അവർ പ്രോഫിറ്റ് ഉണ്ടായിക്കോളും. കാരണം അവർ ക്ഷമയുള്ള ആളുകളാണ്, അവർ മാർക്കറ്റ് എന്താണെന്ന് മനസ്സിലാക്കിയിട്ടുള്ള ആളുകളാണ്. അവർ മാർക്കറ്റിൽ വെയിറ്റ് ചെയ്ത് പ്രോഫിറ്റ് ഉണ്ടാക്കിയാൽ മതി, എനിക്ക് വിജയിക്കാനായിട്ട് ഞാൻ ഇത്ര സമയം കൊടുക്കാൻ റെഡിയാണ് എന്ന് പറഞ്ഞിട്ടിരിക്കുന്ന ആൾക്കാരാണ്. ആ ആളുകളെ നിങ്ങൾ ഈ ഒരു രീതിയിൽ ബുദ്ധിമുട്ടിക്കുക എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഈ ഒരു രീതിയിലുള്ള ടാക്സുകളും കാര്യങ്ങളും കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ അത് മാർക്കറ്റിൻ്റെ അവസാനമാവും. എന്തുകൊണ്ട് ഈ മാർക്കറ്റിൻ്റെ അവസാനം? ഈ റീറ്റെയിൽ ട്രേഡേഴ്സ് പോയി കഴിഞ്ഞാൽ മാർക്കറ്റ് അവസാനിക്കും എന്നുള്ള രീതിയിലാണ് ഞാൻ പറഞ്ഞത്. ഒന്നുമല്ല, നിങ്ങൾ ഇതിൻ്റെ ബാക്കിലുള്ള എക്കണോമിക്സ് മനസ്സിലാക്കുന്നില്ല എന്നാണ്. ഏറ്റവും സിമ്പിളായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു കേസുണ്ട്, 5 ലക്ഷത്തിലധികം ആളുകൾ പ്രോഫിറ്റ് ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളത് സെബിയുടെ ഡാറ്റ തന്നെ പറയുന്നുണ്ട്, ആസ് പെർ സാമ്പിൾ അല്ലേ. സോ ഈ 5 ലക്ഷം ആളുകൾ മാത്രമാണോ കണ്ടിന്യൂസ് പ്രോഫിറ്റ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്? അല്ലല്ലോ. എക്സ്ചേഞ്ചുകൾ പ്രോഫിറ്റ് ഉണ്ടാക്കുന്നില്ലേ? നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്, നമ്മളെല്ലാവരും ചിന്തിച്ചാൽ ഏറ്റവും സിമ്പിളായിട്ട് മനസ്സിലാവുന്ന കാര്യമാണ്. ഇപ്പം എത്രയാണ് നമ്മളുടെ BSEയുടെ ഷെയർ വാല്യൂ? എത്രയാണ് BSEയുടെ ഷെയർ വാല്യൂ? 300% അപ്പാണ് ഉണ്ടായിട്ടുള്ളത് കഴിഞ്ഞ ഒരൊറ്റ വർഷം കൊണ്ട്. എന്താണ് ഈ കഴിഞ്ഞൊരു വർഷം ഉണ്ടായ മാജിക് എന്ന് പറഞ്ഞാൽ, ബാങ്ക് എക്സിൻ്റെയും സെൻസെക്സിൻ്റെയും എക്സ്പയറി വന്നു. അതിനുശേഷമാണ് BSEയുടെ വാല്യൂ 3,000-2,700 ആ റേഞ്ചിലേക്ക് എത്തിയിട്ടുള്ളത്. സംഭവിച്ചത് എന്താണ്? F&O ട്രേഡിംഗ് ആക്റ്റീവായി. ആൻഡ് നിങ്ങൾ തന്നെ പറയുന്ന പബ്ലിഷ് ചെയ്യുന്ന ഡാറ്റയല്ലേ, 95% ട്രേഡിംഗ് വോളിയം വരുന്നത് F&Oയിൽ നിന്നാണെന്ന് നിങ്ങൾ തന്നെ പബ്ലിഷ് ചെയ്യുന്ന ഡാറ്റയല്ലേ. സോ അതിനകത്ത് കുറവുണ്ടായി കഴിഞ്ഞാൽ നിങ്ങളുടെ തന്നെ ഇൻകത്തിലും അതിന് ഭയങ്കരമായിട്ട്, നിങ്ങളെന്ന് പറയുന്നത് സിമ്പിളായിട്ട് ഗവൺമെൻറ്റിൻ്റെ ഇൻകത്തിൽ തന്നെ അത് ഭയങ്കരമായിട്ട് ബാധിക്കില്ലേ. ആൻഡ് അടുത്ത കേസ്, ഇപ്പം നിങ്ങൾ IPL കാണുന്ന ആൾക്കാരാണ്. കഴിഞ്ഞ ഇടയ്ക്ക് നിങ്ങൾ ഏഞ്ചൽ വണ്ണിൻ്റെ, കഴിഞ്ഞ സീസണിൽ നിങ്ങൾ ഏഞ്ചൽ വണ്ണിൻ്റെ പരസ്യം കണ്ടിട്ടുണ്ടാവും അല്ലേ. ഏഞ്ചൽ വണ്ണ് ആ ഒരു ഇതിനകത്തേക്ക്, ലൈക്ക് ആ ഒരു കോൺട്രാക്റ്റിലേക്ക് എത്തിയിട്ടുള്ളത് എത്ര ക്രോസ് ആണെന്നറിയാം? 410 ക്രോസ് ആണ് ആ ഒരു കോൺട്രാക്റ്റിന്, ആ ഒരു പരസ്യം കൊടുക്കാനായിട്ട് ഏഞ്ചൽ വൺ സ്പെൻഡ് ചെയ്തിട്ടുള്ളത്. എവിടുന്നാണ് ഈ കാശ് വരുന്നത്? ഈ ബ്രോക്കേഴ്സ്, ഇപ്പോൾ ഈ പറഞ്ഞ ഏഞ്ചൽ വൺ ആവട്ടെ, സിറോദ ആവട്ടെ, ആലിസ് ബ്ലൂ ആവട്ടെ, അപ്സ്റ്റോക്സ് ആവട്ടെ, ഈ ബ്രോക്കേഴ്സ് എവിടുന്നാണ് കാശ് ഉണ്ടാക്കുന്നത്? നിങ്ങൾക്ക് തന്നെ, അതായത് സെബിക്ക് തന്നെ ക്ലിയർ ആയിട്ട് അറിയാവുന്ന ഒരു കാര്യമാണ്. നമ്മൾ ഒരിക്കലും ക്യാരി ഫോർവേഡ് ചെയ്യുന്ന പൊസിഷൻസിന്, അതായത് നമ്മൾ ഇക്വിറ്റിയിലെ ഹോൾഡിങ്ങിലേക്ക് എടുക്കുന്ന പൊസിഷൻസിൽ നമ്മൾ ഒരിക്കലും ചാർജ് അവർക്ക് കൊടുക്കാറില്ല. അവരെവിടുന്നാണ് ഏൺ ചെയ്യുന്നത്? അവർ ഏൺ ചെയ്യുന്നത് F&Oയിൽ നിന്നാണ്. അവരെന്ന് പറഞ്ഞാൽ ഇതുപോലുള്ള ഒരുപാട് കമ്പനികൾ, ഈ കമ്പനിയിൽ എത്ര പേര് വർക്ക് ചെയ്യുന്നുണ്ട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. 5 ലക്ഷം എന്നുള്ളത് പാസീവായിട്ട്, ആക്റ്റീവായിട്ട് ട്രേഡ് ചെയ്യുന്ന ആളുകളാണ്. പാസീവായിട്ട് ഇൻ ദ സെൻസ് ഇതുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു 50 ലക്ഷം കുടുംബങ്ങൾ അപ്പുറത്തില്ലേ, എന്താവും അവരുടെ അവസ്ഥ? തൊഴിലില്ലായ്മ ഉണ്ടായി കഴിഞ്ഞാൽ, അതായത് അവർക്ക് കമ്പനികൾക്ക് ഒരു ഇൻകം ഇല്ലാന്നുണ്ടെങ്കിൽ കമ്പനി അവരെ നിലനിർത്താനൊന്നും പോകുന്നില്ല, കമ്പനി അവർ ടെർമിനേറ്റ് ചെയ്തു. അത് മാർക്കറ്റിൽ അത് നമ്മുടെ സാമ്പത്തിക വ്യവസ്ഥയിൽ എന്താ ഉണ്ടാവുക?
തൊഴിലില്ലായ്മ ഉണ്ടാക്കും അല്ലേ. രണ്ടാമത്തെ കാര്യം എന്താണ്, ഈ കമ്പനികളിൽ 410 കോടി ആ ഒരു പരസ്യത്തിന് മുടക്കിയിട്ടുള്ള കമ്പനി എന്ന് പറഞ്ഞാൽ ആ കമ്പനിയുടെ വരുമാനം എന്ന് പറയുന്നത് എന്താണ്, ഈ ഒരു ഓപ്ഷൻസ് ട്രേഡിങ്ങിലെ ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസ് ട്രേഡിങ്ങിലെ കമ്മീഷൻ ബ്രോക്കറേജ് ചാർജ് വെച്ചിട്ടാണ് ഈ കമ്പനികളൊക്കെ വളരുന്നത്. സോ ആ കമ്പനിനെ ആ കമ്പനികളെല്ലാം തന്നെ തകരുകയാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും നമ്മുടെ നാടിൻ്റെ അവസ്ഥ? നിങ്ങൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? സോ ഇത്രയും ഡെപ്ത് ആയിട്ടാണ് ഈ ഒരു പ്രോബ്ലം വരാൻ പോകുന്നത്. ഇൻഫാക്ട് ഈ ഒരു റൂളായിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഒരു നിലക്കും എനിക്ക് തോന്നുന്നില്ല, എൻ്റെ പേഴ്സണൽ അഭിപ്രായമാണ് ഞാൻ പറയുന്നത്, ഇത്രയും മനസ്സിലാക്കിയതെന്ന് എനിക്ക് മനസ്സിലായിട്ടുള്ള ഇത്രയും കാര്യങ്ങൾ വായിച്ചതെന്ന് റിസർച്ച് ചെയ്തെന്ന് എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യമാണ്, ഒരു നിലക്കും ഇത് നമ്മുടെ സാമ്പത്തിക രംഗത്തിന് ഒരു ഉണർവും കൊടുക്കാൻ പോകുന്നില്ല. മറിച്ച് റീറ്റെയിലേഴ്സിനെ നിങ്ങൾ എഡ്യൂക്കേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അവരെ ക്ലിയർ ആയിട്ട് കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാവും. നല്ല ഫിനാൻഷ്യലി ഡിപ്പെൻഡഡ് അല്ലാത്ത ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരു തലമുറ വളർന്നു വരാനായിട്ട് സ്റ്റോക്ക് മാർക്കറ്റിൽ പറ്റുന്നതാണ്. ആൻഡ് നിങ്ങൾക്ക് തന്നെ അറിയാവുന്നതാണ് എന്തൊക്കെയാണ് കഴിഞ്ഞ പ്രാവശ്യങ്ങളിൽ ഇതുപോലെയുള്ള TDS ഫസ്റ്റ് ടൈം പോകുന്ന 2004 ആ സമയത്തൊക്കെയാണ്. ആ ഒരു സമയത്ത് ചാർട്ട് എടുത്തിട്ട് നിങ്ങൾ നോക്കിയാൽ മതി എന്തോരം ഭയങ്കര ഡിപ്പാണ് വന്നിട്ടുള്ളത് എന്നുള്ളത്. TDSൻ്റെ പുതിയ നിയമം വന്നിട്ടുള്ളത് നമ്മുടെ ഗെയിനിങ് ടാക്സ്, ക്യാപിറ്റൽ ഗെയിനിങ് ടാക്സിൻ്റെ റൂൾ വന്നിട്ടുള്ള സമയത്ത് എന്താണ് മാർക്കറ്റിൽ ഉണ്ടായിട്ടുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി, നിങ്ങൾക്ക് മനസ്സിലാവും. സോ ഇതിനേക്കാട്ടിലും വലിയ ഒരു ക്രാഷ് ആയിരിക്കും ഇനി വരാനുള്ളത് ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ. കാരണം ഇത്രയും വലിയ ടാക്സുകൾ ഒരിക്കലും എന്താവില്ല ഒരു സാധാരണക്കാരന്, അല്ലെങ്കിൽ ഇൻഫാക്ട് ഒരു വലിയ ട്രേഡർ കാണുന്നുണ്ടെങ്കിൽ പോലും ഒപ്പിച്ച് പിടിച്ച് പോകാൻ പറ്റൂല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വോളിയം മാർക്കറ്റിൽ നിന്ന് ഡ്രെയിൻ ഔട്ട് ആവും. വോളിയം മാർക്കറ്റിൽ നിന്ന് ഡ്രെയിൻ ഔട്ട് ആവുക എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ്. സോ എന്താണ് ടാക്സേഷൻ, എങ്ങനെയാണ് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ എന്താണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന റൂമേഴ്സ് എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുകയാണ്. സ്റ്റോക്ക് മാർക്കറ്റിൽ ടാക്സ് എങ്ങനെയാണ് വർക്ക് ആവുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുകയാണ്. എഗെയിൻ ഞാൻ പറയാണ്, ആളുകളെ എഡ്യൂക്കേറ്റ് ചെയ്യുക, പഠിക്കാനുള്ളവർക്ക് മാക്സിമം പഠിക്കാനുള്ള കണ്ടന്റുകൾ നമ്മുടെ ചാനൽ തന്നെ നമ്മൾ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് കണ്ടാൽ തന്നെ ഒരു പ്രോപ്പറായിട്ട് ഒരു ട്രേഡർ ആവാൻ പറ്റും, നല്ല രീതിയിൽ ട്രേഡ് ചെയ്യുന്ന ഒരാളാവാൻ പറ്റും. സോ ട്രേഡർ ആവുക എന്ന് പറഞ്ഞാൽ ഇത്രയും സമയമെടുക്കുന്ന ഒരു പ്രോസസ്സാണ്. അങ്ങനെ ടൈം എടുത്ത് ട്രേഡായി വരുന്ന ഒരാളെ ചുമ്മാ ഒരു ഗ്യാംബ്ലർ എന്നും പറഞ്ഞിട്ട് പച്ച കുത്തിയിട്ട് മാറ്റി നിർത്താണ്ടിരിക്കുക ഗവൺമെൻറ്റിനുള്ള റിക്വസ്റ്റ് ആണ്. സോ കാര്യങ്ങൾ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുകയാണ്. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിശ്വസിക്കുകയാണ്. വീഡിയോ നിങ്ങൾക്ക് വാലിഡ് ആയിട്ട് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ട്രേഡ് ചെയ്യുന്ന ഫ്രണ്ട്സിനിടയിലേക്ക് ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇതുപോലുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസുമായിട്ട് അടുത്ത ദിവസങ്ങളിൽ വീണ്ടും കാണാം. ബൈ.